വൻ തകർച്ചയെ നേരിടുന്ന ബൈജൂസ് ലേണിംഗ് ആപ്പിന് ആശ്വാസമായി കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണ റിപ്പോർട്ട്. ബൈജൂസ് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിട്ടില്ലെന്നും കെടുകാര്യസ്ഥതയാണ് നഷ്ടത്തിലേക്ക് നയിച്ചതെന്നുമാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. നിക്ഷേപകരിൽ നിന്നും ബൈജൂസ് വിവരങ്ങൾ മറച്ചുവെച്ചെന്നും അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുവെന്ന് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഒരു വർഷത്തോളം നീണ്ടുനിന്ന അന്വേഷണത്തിനൊടുവിലാണ് കമ്പനികാര്യ മന്ത്രാലയം റിപ്പോർട്ട് തയ്യാറാക്കിയത്. കള്ളപ്പണം വെളുപ്പിച്ചു, കമ്പനിയുടെ പണം മറ്റ് അക്കൗണ്ടുകളിലേക്ക് മാറ്റി തുടങ്ങി ബൈജൂസിനെതിരെ ഉയർന്ന ഗുരുതര ആരോപണങ്ങൾ നിലനിൽക്കില്ലെന്നാണ് കണ്ടെത്തൽ. ബൈജൂസിനെ നഷ്ടത്തിലേക്ക് നയിച്ചത് കെടുകാര്യസ്ഥതയാണ്. ലാഭകരമല്ലാത്ത ഏറ്റെടുക്കലുകളും അതിവേഗമുള്ള വളർച്ചാ പദ്ധതികളും തിരിച്ചടിച്ചു. നിക്ഷേപകരിൽ പലർക്കും ബൈജൂസിനോട് മത്സരിക്കുന്ന കമ്പനികളിലും നിക്ഷേപമുള്ളതിനാൽ പല തീരുമാനങ്ങളും ഇവരിൽ നിന്ന് മറച്ചുവെച്ചു. സാമ്പത്തിക കാര്യങ്ങളിൽ മേൽനോട്ടം വഹിക്കാനായി പ്രഗത്ഭരായ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതിലും വീഴ്ച വരുത്തിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കമ്പനിയെ മറയാക്കി സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന ആരോപണം റിപ്പോർട്ടിൽ പൂർണ്ണമായി തള്ളുകയാണ്. അന്വേഷണ റിപ്പോർട്ടിൽ ബൈജു രവീന്ദ്രനെ നേരിട്ട് കുറ്റപ്പെടുത്തുന്നില്ല എന്നാണ് സൂചന. അതുകൊണ്ട് തന്നെ പുറത്താക്കണമെന്ന് നിക്ഷേപകർ മുറവിളി കൂട്ടുന്ന സമയത്ത് പുറത്തുവരുന്ന ഈ റിപ്പോർട്ട് ബൈജു രവീന്ദ്രന് നൽകുന്ന ആശ്വാസം വലുതാകും. മുംബൈയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24.